നെക്സ്റ്റ് സെക്ഷൻ യൂണിഫോം നോം ആൻഡ് യൂണിഫോം കൺവേർജൻസ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്താണ് യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഡെഫിനിഷൻ: ഇഫ് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആർ ആൻഡ് ഫൈ ഫ്രം എ ടു ആർ ഈസ് എ ഫംഗ്ഷൻ, then we say that phi is bounded on A if the set phi of A is bounded subset of R. If phi is bounded, we define the uniform norm of phi on A by norm phi of A, which is equal to supremum of mod phi of x such that x belongs to A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആർ, അതായത് നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ഫൈ എന്ന് പറയുന്നത് എ ടു ആറിലോട്ട്. നമ്മൾ പറയുകയാണ് ഫൈ എന്ന് പറയുന്നത് ഈ സെറ്റിൽ എ എന്ന് പറയുന്ന സെറ്റിൽ ബൗണ്ടഡ് ആണെങ്കിൽ എപ്പോഴാണ് ബൗണ്ടഡ് ആവുക? ഇഫ് ദ സെറ്റ് ഫൈ ഓഫ് എ ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ. ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ആറിൻ്റെ ബൗണ്ടഡ് സബ്സെറ്റ് ആവുകയാണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫൈ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ യൂണിഫോം നോം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഓൺ ദ ഗിവൺ സെറ്റ് എ എന്ന് പറയുന്നത്. സോ യൂണിഫോം നോം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നോം ഫൈ ഓഫ് A which is equal to supremum of mod x such that x belongs to A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു ലെമ്മയാണ്. ലെമ്മ പറയുന്നത് എങ്ങനെയാണ്? എ സീക്വൻസ് എഫ് എൻ ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ, എ സീക്വൻസ് എഫ് എൻ ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഓൺ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആർ കൺവേർജസ് യൂണിഫോംലി ഓൺ എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് വിൽ ബി അപ്രോച്ചിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് യൂണിഫോംലി കൺവേർജസ് ഓൺ ദ ഗിവൺ സെറ്റ് എ എന്ന് പറഞ്ഞാൽ, അതായത് എയിൽ യൂണിഫോംലി കൺവേർജസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? അതായത് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് വിച്ച് വിൽ ബി ടെൻഡിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. തിരിച്ചും പറയുകയാണ്, നോം എഫ് എൻ മൈനസ് എഫ് ടെൻഡിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗിവൺ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൂഫിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. അതായത് if a sequence of functions, bounded sequence of functions uniformly converges ആണെങ്കിൽ നമുക്ക് എന്ത് പോർഷൻ ഷോ ചെയ്ത് കാണിക്കണം? norm of fn minus f which will be tending to 0 as n tending to infinity എന്ന് നമുക്ക് പറയണം. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കുകയാണ്. ലെറ്റ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഓൺ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആർ വിച്ച് ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എ ഓൺ എ. അതെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആ സബ്സെറ്റ് ഓഫ് ആറിൽ യൂണിഫോംലി കൺവേർജസ് ആണ്. ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലോട്ട് കൺവേർജ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ യൂണിഫോംലി കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമുക്ക് എഫ് എന്ന് പറയുന്നത് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് വിച്ച് വിൽ ബി യൂണിഫോംലി കൺവേർജസ് ടു ദ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എടുത്തു. അങ്ങനെയാണ് നമുക്ക് ഡെഫിനിഷൻ പ്രകാരം യൂണിഫോംലി കൺവേർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറയുകയാണ്, കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k epsilon of x such that modulus of fn of x minus f of x which is less than epsilon for all x belongs to a and n greater than or equal to k epsilon. ഓക്കെ, ഇപ്പം നമ്മൾ ഡെഫിനിഷൻ പ്രകാരം പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് പറയണ്ടേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നതായിരുന്നു അല്ലേ. അതായത് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്നെല്ലാം എഴുതാറ്. ആകെ ഇങ്ങനെ കിട്ടുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാറ്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് സിൻസ് എഫ് എൻ ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ എ, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് എൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഓൺ എ ആണ്. എഫ് എൻ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസും ആണ്. ആ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആണെങ്കിൽ ആ ഗിവൺ ആയിട്ടുള്ള എഫ് എന്ന് പറയുന്നത്, അതായത് സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ വിച്ച് വിൽ ബി കൺവേർജസ് ടു യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് യൂണിഫോംലി എഫിലോട്ട് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് എ പറ്റുള്ളൂ? എഫ് എന്ന് പറയുന്നതും ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം. എവിടെ? എ എന്ന് പറയുന്ന സെറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എഫ് എന്നും ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അതുമാതിരി തന്നെ നമ്മുടെ ആ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നതും എന്താ പറയുക ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെയർ ഡിഫറൻസ്
is also bounded on the given set എന്ന് പറയാൻ പറ്റും. Therefore we can say that fn minus f എന്ന് പറയുന്നത് is a bounded function on A ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി അപ്രോച്ചിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇതെന്ന് പറയുന്നത് അപ്രോച്ചിങ് ടു സീറോ ആണ് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്നാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നോം എഫ് എൻ മൈനസ് എഫ് കണ്ടുപിടിക്കണം. സോ നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്താ പറയാൻ പറ്റുക? സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഫോർ ആൾ എൻ ബിലോങ്സ് ടു എൻ എന്ന് നമ്മൾ എഴുതി. അതായത് നമുക്ക് നോം ഫൈ ഓഫ് എക്സ് എന്ന് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് ഫൈ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഫൈക്ക് പകരം ഇവിടെ എന്തായിരുന്നു? എഫ് എൻ മൈനസ് എഫ് ആയിരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ബൈ യൂസിങ് ഡെഫിനിഷൻ നമ്മൾ ഇതേമാതിരി എഴുതിയിട്ടുണ്ട്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അങ്ങനെയുള്ളതിൻ്റെ സുപ്രീമം ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് ഏത് എക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ എല്ലാം ഇതിൻ്റെയും സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത്, അതായത് മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞൂടെ. ദെർഫോർ വി ക്യാൻ സേ കൺക്ലൂഡ് ദാറ്റ് നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ഈസ് ആർബിട്രറി ആണ്, ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ്, അതായത് വളരെ നാരോ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതെന്ന് പറയുന്നത് നമുക്ക് എവിടെ തൊട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാം? വിച്ച് വിൽ ബി അപ്രോച്ചിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതായത് എൻ എന്ന് പറയുന്നത് കെ എപ്സിലോൺ ഓഫ് എക്സിനേക്കാളും വലുതാണ്. അപ്പോൾ അത് എൻ ഇവിടെ തൊട്ട് ഇനി പോകുന്നത് ഇൻഫിനിറ്റിയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് ഈസ് ടെൻഡിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു അല്ലേ. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നത്? ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ഓൺ എ ആണെങ്കിൽ നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ടെൻഡിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയണം. ഇനി കോൺവേഴ്സ് പാർട്ട് എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് നമുക്കൊരു സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഉണ്ട്, അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് വിൽ ബി ടെൻഡിങ് ടു സീറോ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? നമ്മുടെ ഗിവൻ ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് കോൺവേഴ്സ്ലി ദ സീക്വൻസ് എഫ് എൻ ബി a sequence of bounded functions and f bounded function and f be a bounded function with all domain A such that norm fn minus f which will be tending to 0 as n tending to infinity. ഇങ്ങനെ പറഞ്ഞാൽ എന്താ മീനിങ്? അതായത് ഒരു എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതാറ്? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എൽ എന്ന് നമ്മൾ എഴുതാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേ ഒരു മിനിറ്റ്, അതായത് നമ്മളോട് പറയുന്നത് എഫ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതാറുണ്ട്. അതായത് എഫ് ഓഫ് എക്സ് അപ്രോച്ചിങ് ടു എ ലിമിറ്റ് എൽ എന്നാണെങ്കിൽ നമ്മൾ എന്താ എഴുതാറ്? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഡെഫിനിഷൻ പ്രകാരം, അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻ നമുക്ക് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഡെഫിനിഷനാണ്. അതായത് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 0 വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഇത് ഈസ് ഈക്വൽ ടു എൽ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതും അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി നോം എഫ് മൈനസ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് നോം എഫ് എൻ മൈനസ് എഫ് മൈനസ് 0 വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ 0 ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്ന്
ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹെൻസ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k which is depending only on epsilon such that norm fn minus f which is less than epsilon for all n greater than or equal to k എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താണ്, നമ്മൾ നോമിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. നോമിൻ്റെ ഡെഫിനിഷൻ അതായത് നോം ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതാറ്? സുപ്രീമം ഓഫ് മോഡ് സെറ്റ് ഓഫ് ഓൾ മോഡ് ഫൈ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ എന്ന് എഴുതല്ലേ. അതേമാതിരി നമ്മൾ ആ ഡെഫിനിഷൻ യൂസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ മോഡ് ഫൈ എൻ ഓഫ് fn of x minus f of x such that x belongs to a which is less than epsilon for all n which is greater than or equal to k എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ സുപ്രീമം വാല്യൂ തന്നെ, അതായത് നമ്മൾ മോഡ് fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ സുപ്രീമം ആ വാല്യൂസ് എല്ലാതും, അതായത് മാക്സിമം വാല്യൂ തന്നെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to k and x belongs to a. ഇങ്ങനെയുള്ള കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞത് എന്തിൻ്റെ ഡെഫിനേഷൻ ആയിരുന്നു? യൂണിഫോം കൺവേർജൻസ് ഓഫ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് അല്ലേ. അതായത് എന്തായിരുന്നു? മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീക്വൻസ് എഫ് എൻ വിച്ച് ഈസ് കൺവേർജസ് യൂണിഫോംലി ഓൺ എ ഗിവൺ സെറ്റ് എഫ് ഓൺ എ എന്ന് നമുക്ക് യൂണിഫോംലി കൺവേർജസ് ടു എഫ് ഓൺ എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ആ പ്രൂഫ് ഉണ്ടായിരുന്നത്. ഇനി നമ്മളോട് അടുത്തൊരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ഇഫ് എച്ച് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പവർ എൻ ഇൻറ്റു 1 മൈനസ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ വിച്ച് ഈസ് ഈക്വൽ ഓൺ for all x belongs to a which is equal to closed interval 0 1 then the sequence hn of x converges uniformly on a എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് അറിയേണ്ട ഒരു റിസൾട്ടാണ് ലിമിറ്റ് ഇൻറ്റൻഡിങ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂണിഫോംലി കൺവേർജസ് എന്ന് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അത് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യേണ്ട കാര്യമാണ് പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പല മെത്തേഡാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ അതായത് യൂണിഫോം നോം യൂസ് ചെയ്തിട്ടാണ്. യൂണിഫോം അത് തൊട്ട് മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിയറം ഉപയോഗിച്ചിട്ടാണ് ഈ വരുന്ന ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ആണോ അല്ലേ എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട റിസൾട്ടാണ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n ഇസ് ഈക്വൽ ടു 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എന്നും ആൻഡ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് എക്സ് എന്ന് എച്ച് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് പവർ n ഇൻറ്റു 1 മൈനസ് എക്സ് എന്നാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എച്ച് എൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് എൻ ഇൻറ്റു 1 മൈനസ് എക്സ്. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് എൻ ഇൻറ്റു 1 ദെൻ എക്സ് എൻ മൈനസ് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n മൈനസ് എക്സ് പവർ n പ്ലസ് 1 നമുക്ക് വരും അല്ലേ. പിന്നെ നമുക്ക് അതിനൊന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n മൈനസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n പ്ലസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് പവർ n എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡിങ് ഇൻഫിനിറ്റി എക്സ് പവർ n എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പവർ n 0 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പവർ എക്സ് പവർ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിലോട്ടാണ് പോവുക? 0ലോട്ടാണ് പോവുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 മൈനസ് 0 എന്ന് വരും നമുക്ക്. അപ്പോൾ അതെന്തായിട്ട് പറയും? വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇനി അടുത്ത കേസ് അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുക? 1 അല്ലേ. അപ്പോൾ അതേമാതിരി അതിൻ്റെ തൊട്ട് ഇവിടുത്തെ പവറും എക്സ് 1 ആവുന്ന തൊട്ട് അടുത്ത എക്സ് n പ്ലസ് 1 എന്ന് പറയുന്നതും എന്തിലോട്ടാണ് പോവുക? 1ലോട്ടാണ് പോവുക. സോ ആ സമയത്ത് നമുക്ക് എന്ത് വരും? 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. അങ്ങനെ ഏത് കേസ് എടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന കേസ് എടുത്തു കഴിഞ്ഞാലും എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേസ് എടുത്തു കഴിഞ്ഞാലും ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എച്ച് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ്? 0ലോട്ടാണ് പോകുന്നത്. Therefore we can say that
the point wise convergence function is h of x and which is equal to 0. h of x എന്ന് പറയുന്നത് 0 ആണ് for all x belongs to a എന്നാണ്. Hence the sequence hn of x which will be converges point wise on to h on a എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് hn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എച്ചിലോട്ട് എന്ത് ചെയ്യാണ് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുകയാണെന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇനി യൂണിഫോംലി കൺവേർജസ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ വെക്കുന്നത് അല്ലേ. hn of x എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ യൂണിഫോംലി കൺവേർജസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെഫിനിഷനാണ് നോക്കണേ. എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് പറയാൻ പറ്റും. ആ ഒരു കണ്ടീഷനാണ് നോക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തായിരിക്കണം, fn of x എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ ഫങ്ഷൻസ് hn ആൻഡ് h ആർ ബൗണ്ടഡ് ഓൺ എ. അതായത് എ എന്ന് പറയുന്നത് അതിൽ എന്തായിട്ടാണ് വരുന്നത്, എന്തായാലും ബൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പവർ n ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഓൺ ദി ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ എൻ പോയിന്റ് കൊടുക്കുക. 0 കൊടുക്കുന്ന സമയത്ത് ഇത് എന്തായിട്ട് വരും, 0 വരും. 1 എക്സിന് 1 എന്ന് കൊടുക്കുന്ന സമയത്തും എന്ത് വരും, 1 മൈനസ് 1 0 വരുമ്പോൾ പ്രോഡക്റ്റ് മൊത്തത്തിൽ 0 വരും. ഇനി നമ്മൾ ഇൻ പെർട്ടിക്കുലർ ഒരു മിഡിലുള്ള ഒരു പോയിന്റ് ഒരു 1/2 എടുത്ത് നോക്കുക. 1/2 എടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും, 1/2 ഓൾ പവർ n ഇൻറ്റു 1/2 എന്ന് വരും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 1/2 ഓൾ പവർ n പ്ലസ് 1 എന്ന് വരും. which will be tending to 0 as n tending to infinity ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വരാൻ പറ്റും, അതായത് mod x ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് നമുക്ക് എക്സ് പവർ n എന്ന് പറയുന്നത് എവിടത്തോട്ടാണ് പോകുന്നത്, 0 കൺവേർജ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഉള്ളിൽ തന്നെയാണ് ഏറെക്കുറെ എല്ലാ പോയിന്റ്സിലും നമുക്ക് വരുന്നത്. therefore we can say that this function is bounded ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ കിട്ടിയ h of x is equal to 0 അതും ഓൾസോ ബൗണ്ടഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഹെൻസ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് നോം ഓഫ് എ ബൗണ്ടഡ് ഫംഗ്ഷൻസ്, ആ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നോം ഓഫ് hn മൈനസ് h ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, സുപ്രീമം ഓഫ് മോഡ് h of x മൈനസ് hn of x മൈനസ് h of x such that x belongs to a. നമുക്കിവിടെ hn of x എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് പവർ n ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് h of x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 0. സോ അത് നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സുപ്രീമം ഓഫ് എക്സ് പവർ m ഇൻറ്റു 1 മൈനസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ സുപ്രീമം കണ്ടുപിടിക്കണം. അതായത് നോം ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്രീമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിന് y is equal to എടുക്കുക. സോ y is equal to എക്സ് പവർ m ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് വൈൻ്റെ, അതായത് ഈ എക്സ് പവർ n ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ, സുപ്രീമം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അല്ലേ. അപ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമത്തിൻ്റെ ഡെഫിനിഷൻ. കാരണം നമുക്ക് എന്താണ്, എക്സ്ട്രീം വാല്യൂസ് വരുമ്പോൾ ലോക്കൽ മാക്സിമം ആവാം, ലോക്കൽ മിനിമം ആവാം. നമുക്കിവിടെ എന്താ വേണ്ടത്, അതായത് സുപ്രീമം വാല്യൂ ആണ്. സുപ്രീമം വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്, മാക്സിമം വാല്യൂ വേണം. സോ നമ്മൾ ടെസ്റ്റ് ചെയ്തതിനുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ലോക്കൽ മാക്സിമത്തിനുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുകയാണ്, y ഡാഷ് കണ്ടുപിടിക്കാനാണ്. y ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് y is equal to, അതായത് y is equal to ഇതിനൊന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എക്സ് പവർ n മൈനസ് എക്സ് പവർ n പ്ലസ് 1 എന്ന് പറയും അല്ലേ. അപ്പോൾ എക്സ് പവർ എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n ഇൻറ്റു എക്സ് പവർ n മൈനസ് 1 കിട്ടും അല്ലേ. ഇനി അടുത്തത് എക്സ് പവർ n പ്ലസ് 1നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ n പ്ലസ് 1 ഇൻറ്റു എക്സ് പവർ n പ്ലസ് 1 മൈനസ് 1 എന്ന് വരും. അതാണ് നമുക്കിവിടെ എന്തിട്ട് n പ്ലസ് 1 ഇൻറ്റു എക്സ് പവർ n എന്ന് പറഞ്ഞത്. ഇനി നോക്കാം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് മൊത്തത്തിൽ ഈ രണ്ട് ടേമിൽ നിന്നും നമ്മൾ ഒരു n പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. അതുമാതിരി തന്നെ എക്സ് പവർ n മൈനസ് 1 പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു n പ്ലസ് 1 പുറത്തേക്ക് എടുത്ത, അതായത് നമ്മൾ നെക്സ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത് n പ്ലസ് 1 ഇൻറ്റു എക്സ് പവർ n മൈനസ് 1. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു n പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ n ഇൻറ്റു ഒരു n പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യും. ഒരു n പ്ലസ് 1 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ടാവുക, n ഇൻറ്റു
n+1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിന്നുള്ള n+1 ഇതിൽ നിന്ന് x⁻n−1 കൂടി പുറത്തേക്ക് എടുത്താൽ ബാക്കി നമുക്ക് അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, ഒരു എക്സ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തരത്തിൽ പുറത്തേക്ക് എടുക്കുന്നത്. സോ n ഇൻറ്റു വിച്ച് വിൽ ബി ഈക്വൽ ടു n+1 ഇൻറ്റു x⁻n−1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ n+1 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് y ഡാഷ് ഇസ് ഈക്വൽ ടു 0, y ഡാഷ് ഇസ് ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0. സോ ഇൻ പെർട്ടിക്കുലർ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0. അത് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ n+1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y ഡാഷ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y ഡാഷ് 0 ആവുന്നത് എപ്പോഴാണ് 0 ആവുന്നത്, വെൻ എക്സ് ഇസ് ഈക്വൽ ടു n/n+1 ആവുന്ന സമയത്ത് എന്ന് പറയും. ഇനി നമ്മൾ രണ്ട് കേസ് നോക്കുകയാണ്. എന്താ നോക്കുന്നത്, അതായത് ഇത് എക്സ്ട്രീം പോയിന്റ് തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കിവിടെ വൈയിൽ എന്താ പറയുക മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നോ, അതായത് നമുക്ക് കിട്ടിയ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു n/n+1 മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് എക്സ് ലെസ് ദാൻ n/n+1 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, എക്സ് ഗ്രേറ്റർ ദാൻ n/n+ ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്തത് എക്സ് ലെസ് ദാൻ n/n+1 ആവുന്ന സമയത്ത്, എക്സ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ടേമിനേക്കാൾ ചെറിയൊരു ടേം ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ദിസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേം ആവുകയാണ് ചെയ്യുന്നത്. ഓൾസോ നമ്മൾ ഇത് എന്ന് പറയുന്നത് എന്ത് തന്നെയായിട്ട് വരും, ഒരു പോസിറ്റീവ് ടേം ആയിട്ട് വരും. സോ ദ വോൾ പ്രൊഡക്റ്റ് എന്ന് പോസിറ്റീവ് ടേം വരും, 0-നേക്കാളും മുകളിൽ വരും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, y ഡാഷ് എന്ന് പറയുന്നത് വിച്ച് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു n/n+1 ആവുന്ന സമയത്ത് അത് ഈക്വൽ ടു 0 ആവുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. ഇനി അടുത്ത കേസ് നമ്മൾ എടുക്കുന്നത് എക്സ് എന്ന് പറയുന്നത് n/n+1 വലിയൊരു ടേം, അതായത് ഈ ഒരു ഇതിനേക്കാളും വലിയ ടേം ആയിട്ട് നമ്മൾ എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അതായത് ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കി എന്താ ഉണ്ടാവുക, നെഗറ്റീവ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു ദിസ് ടേം, ആ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ഇൻറ്റു ആ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വോൾ ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയായിട്ടാണ് വരിക. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് y ഡാഷ് വിച്ച് ഈസ് ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണത്, അതായത് ഈ ഒരു പോയിന്റിൽ, അതായത് എക്സ് എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n+1 ആവുന്ന സമയത്ത് ഇവിടെ y ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, 0-നേക്കാളും വലുതാവുന്നതുകൊണ്ട് അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു പോയിന്റിൽ എന്ന് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ ഇത് 0 ആവുന്നു, അതിനുശേഷം ഇതിലേക്ക് എന്താ വരണു, നെഗറ്റീവായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താ പറയുക, മീൻസ് y അറ്റൈൻ മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു n/n+1 എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, y എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, y ഇസ് ഈക്വൽ ടു x⁻m ഇൻറ്റു 1 - x, അതിൽ എക്സിന് പകരം n ഡിവൈഡഡ് ബൈ n+1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും n ഡിവൈഡഡ് ബൈ n+1 ഓൾ പവർ n ദെൻ 1 - അത് തന്നെ കിട്ടും അല്ലേ. ഇപ്പം ഈ ഒരു ടേം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n+1 മൈനസ്, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n+1 മൈനസ് n വോൾ ഡിവൈഡഡ് ബൈ n+1 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1/n+1 എന്ന് കിട്ടും. അതായിരുന്നു ഈ ഒരു ടേം ഉണ്ടായിരുന്നെന്ന് പറയാം. ഇനി ഇതിനെ നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് 1 + 1/n ഓൾ പവർ -n എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസിനെയും ഒരു n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + 1/n, അതായത് ഓൾ പവർ n എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 1 + 1/n ഓൾ പവർ n എന്ന് വരും. അതിനെയാണ് നമ്മൾക്ക്, അതായത് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ x ഇൻവേഴ്സ് എന്ന് എഴുതാറ്, അല്ലെങ്കിൽ 1/x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻−n എഴുതാറുണ്ട്. അതേമാതിരിയാണ് ഇതിനെ എന്ത് ചെയ്ത് 1 + 1/n ഓൾ പവർ -n എന്ന് നമ്മൾ എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മളോട് ഇനി അടുത്തത് നമ്മൾ നോം hn - h വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് x⁻n ഇൻറ്റു 1 - x എന്ന് പറഞ്ഞിരുന്നത്. അതായിരുന്നു നമ്മൾ ആ സുപ്രീമം വാല്യൂ ആയിരുന്നു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇത് അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1 + 1/n ഓൾ പവർ -n
ഇൻറ്റു 1/n+1. ഇനി n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഈ ഒരു ടേം എന്ന് പറയുന്നത് സീറോയിലോട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ഈ ഒരു ടേമിനെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതാണ് 1/1+1/n ഓൾ പവർ n ഇൻറ്റു 1/n+1 എന്ന് എടുക്കുക. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ നമുക്കുള്ള റിസൾട്ടാണ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/n ഓൾ പവർ n എന്ന് പറയുന്നത് ഈക്വൽ ടു e ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതായത് n ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എവിടത്തോട്ടാണ് അപ്രോച്ച് അതായത് പോകുന്നത് ഇയിലോട്ടാണ് പോകുന്നത്. സോ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തിലോട്ട് പോകും? 1/eയിലോട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. പിന്നെ 1/n+1 n ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് അത് എന്തിലോട്ട് പോകും? സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് 1/e ഇൻറ്റു 0 അതെന്ന് പറയുന്നത് എവിടത്തോട്ടാണ് പോവുക? സീറോയിലോട്ട്. ഓക്കെ, ഈ രണ്ട് ലിമിറ്റും നമുക്കിതിങ്ങനെ ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്താ പറയുക ഇതിൻ്റെ ലിമിറ്റും സെപ്പറേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ കാര്യങ്ങൾ പറഞ്ഞ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ 1+1/n ഓൾ പവർ -n-നെ 1/1+1/n ഓൾ പവർ n എന്ന് എഴുതി. അതിൽ ഈ 1+1/n ഓൾ പവർ n എന്ന് പറയുന്നത് ഇയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുക ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ദസ് 1/that ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും? 1/eയിലോട്ട് അപ്രോച്ച് ചെയ്യും. ഇത്ര കാര്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോം hn-h എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു? ഈസ് ഈക്വൽ ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് ദ സീക്വൻസ് hn കൺവേർജസ് യൂണിഫോംലി ഓൺ എയിൽ നമുക്ക് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫംഗ്ഷൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ട് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് കാണിക്കാനാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഷോ ദാറ്റ് ദ സീക്വൻസ് fn(x) where fn(x) is equal to nx divided by 1+n² x², 0 less than or equal to x less than or equal to 1 എന്ന് പറയുന്നത് is not uniformly converges on the interval closed interval 0-1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മുടെ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഹിയർ fn(x) is equal to nx divided by 1+n² x² for all x belongs to closed interval 0-1 എന്ന് പറയുന്നത്. ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി fn(x) is equal to ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി fn(x) ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ത്രൂ ഔട്ട് ആയിട്ട് ഇതിലുള്ള എല്ലാ ടേംസിനെയും ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു n² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി x/n whole divided by 1+n² + x² എന്ന് കിട്ടും അല്ലേ. ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് x/n എന്ന് പറയുന്നത് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. 1/n² എന്ന് പറയുന്നതും സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. സോ മൊത്തത്തിൽ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 divided by 0 + x² എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 0/x² എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? സീറോയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി fn(x) is equal to 0 for all x belongs to open 0 and 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറ്റ് 0 അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുകയാണ്. 0 വരുന്ന കേസിൽ നമുക്ക് എന്താ പറ്റുക? ഫംഗ്ഷൻ്റെ വാല്യൂ n ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ഹോൾ ഡിവൈഡഡ് ബൈ 1+n² ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ സ്ക്വയർ ഇൻറ്റു 0 അല്ലേ. അപ്പോൾ നമുക്ക് 0/1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ദെർഫോർ വി ക്യാൻ ഗെറ്റ് fn(0) is equal to 0 for all n belongs to n. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? fn(0) അതായത് 0 എന്ന് പറയുന്ന പോയിന്റിലും ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സീറോയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് അതായത് പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ അതായത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി fn(x) is equal to 0 for all x belongs to closed interval 0-1. hence f(x) is equal to 0 for all x belongs to closed interval 0-1 എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ദ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കൺവേർജസ് പോയിന്റ് വൈസ് ടു f ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-1. ആസ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 അത് എന്ത് ചെയ്യാണ്? പോയിന്റ് വൈസ് കൺവേർജസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ദ ഫംഗ്ഷൻ fn ആൻഡ് f ആർ ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-1. അതായത് രണ്ട് ഫംഗ്ഷൻസ് fn(x)ഉം അതായത് ആ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് fn എന്ന് പറയുന്നത് fഉം ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് യൂണിഫോംലി കൺവേർജസ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ്. fn ഉം f എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ
യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്, നോം എഫ് എൻ മൈനസ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എഴുതി സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ദിസ് മൈനസ് 0 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്ത് വരും, സുപ്രീമം ഓഫ് എൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സുപ്രീമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വൈ ഇസ് ഈക്വൽ ടു എൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എടുക്കുക. എന്നിട്ട് വൈ ഡാഷ് കണ്ടുപിടിക്കുക, അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ വൈ ഡാഷ്, അതായത് ആ ക്രിട്ടിക്കൽ പോയിന്റിന് താഴത്തോട്ടാകുമ്പോൾ ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു, ക്രിട്ടിക്കൽ പോയിന്റിന് മുകളിലുള്ള പോയിന്റ്സിന് വൈ ഡാഷിന് എന്ത് സംഭവിക്കുന്നു, ആ പോയിന്റ് മാക്സിമം പോയിന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ അതേമാതിരി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുത്തു, എൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് നമ്മൾ എടുത്തു. ഇനി വൈ ഡാഷ് കണ്ടുപിടിക്കുക. വൈ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ കോഷ്യൻ ടെസ്റ്റ് വെച്ചിട്ട്, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, എൻ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എൻ, പിന്നെ അടുത്തത് എൻ ക്യൂബ് എക്സ്, എൻ പ്ലസ് നമുക്ക് വരുന്നത് എൻ ക്യൂബ് എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എൻ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൻ ക്യൂബ് എന്ന് കിട്ടും. ദെൻ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ, ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, ഇപ്പോൾ 2x സ്ക്വയർ എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ താഴെയുള്ള ടേം അങ്ങനെ തന്നെ. ദെൻ നമുക്ക് എൻ ക്യൂബ് എക്സ് സ്ക്വയറിൽ നിന്ന് 2n ക്യൂബ് എക്സ് സ്ക്വയർ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എൻ മൈനസ് എൻ ക്യൂബ് എക്സ് സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 ദിസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ ഇവിടെ വിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 വരും. സോ നമുക്ക് എന്ത് കിട്ടും, ദിസ് ടേം വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. ആ ടേം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, എൻ എസ് ഈക്വൽ ടു എൻ ക്യൂബ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എൻ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടി. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ എൻ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ എൻ എന്ന് പറഞ്ഞു. സോ അതിൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എൻ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എൻ എന്ന് പറയുന്ന സീക്വൻസ്, അതായത് നെഗറ്റീവ് സീക്വൻസുകളാണ്. അതെന്ന് പറയുന്നത് എവിടെ വരില്ല, അതായത് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്ന് പറയുന്നത് ആ ഒരു സീക്വൻസ് വരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസിബിലിറ്റി നമ്മൾ എടുക്കുന്നില്ല. സോ ഹിയർ ആകെ ഒരു പോസിബിലിറ്റി നമ്മൾ എന്തെടുക്കുന്നുള്ളൂ, എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ് ലെസ് ദാൻ 1 ബൈ എൻ ആകുമ്പോൾ വൈ ഡാഷിന് എന്ത് സംഭവിക്കുന്നു, എക്സ് ഗ്രേറ്റർ ദാൻ 1 ബൈ എൻ ആകുമ്പോൾ വൈ ഡാഷിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ഈ ഒരു ടേമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ നമ്മൾ ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റീനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ എക്സ് ലെസ് ദാൻ 1 ബൈ എൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 ബൈ എന്നിനേക്കാൾ താഴെയുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഞാനൊരു 1/2n വിച്ച് ഇസ് ലെസ് ദാൻ എന്തായിരിക്കും, 1 ബൈ എൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, എൻ മൈനസ്, അതായത് എൻ ക്യൂബ് ഇൻറ്റു 1 ബൈ 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 4n സ്ക്വയർ എന്ന് വരും. ഇപ്പം നമുക്ക് n സ്ക്വയറും ഇതിന്ന് പോയി കഴിഞ്ഞാൽ n. സോ നമുക്ക് എന്ത് വരും, n മൈനസ് n ബൈ 4 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് n ഇൻറ്റു 1 മൈനസ് 1 ബൈ 4 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് n ഇൻറ്റു ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക, 3/4 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് n ഇൻറ്റു 3/4 എന്ന് പറയുന്നത് നമ്മൾ n പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. സേ പോസിറ്റീവ് നമ്പർ ഇൻറ്റു പോസിറ്റീവ് നമ്പർ, അതെന്ന് പറയുന്നത് എന്തായിട്ട് വരും, പോസിറ്റീവ് വരും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് വൈ ഡാഷ് എന്ന് പറയുന്നത്, അതായത് എക്സ് ലെസ് ദാൻ 1 ബൈ എൻ ആവുന്ന കേസിൽ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വൈ ഡാഷ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ആ ഒരു കേസിൽ നമുക്ക് വരും. ഇനി അടുത്ത കേസ് നമുക്ക് പറയുന്നത് എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ബൈ എൻ. എക്സ് എന്ന് പറയുന്നത് 1 ബൈ എന്നിനേക്കാളും വലുതാവുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നത് വൈ ഡാഷ് ലെസ് ദാൻ 0 ആണ്. ഇപ്പം ഞാൻ 1 ബൈ എന്നിനേക്കാൾ വലിയൊരു നമ്പർ എന്ന് പറയുന്നത്
1/n <1 എന്ന് തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, n-n³ എന്ന് പറയുന്നത് കിട്ടും. അതായത് ഈ മുകളിലുള്ള ടേം എന്ന് പറയുന്നത് n-n³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്നിൽ നിന്ന് ഒരു നമ്പറിൽ നിന്ന് അതിൻ്റെ ക്യൂബ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എപ്പോഴും എന്തെന്നെ വരുള്ളൂ, നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് വരുള്ളൂ. അതായത് നമ്മൾ ഒരു നമ്പർ മൈനസ് അതിൻ്റെ നെഗറ്റീവ് ടേം എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ വരുള്ളൂ, ഒരു നമ്പറിൽ നിന്ന് ഒരു ലാർജ് ക്വാണ്ടിറ്റി എന്നിൽ നിന്ന് n³ കുറയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നിനേക്കാൾ വലിയൊരു സംഖ്യ കുറയ്ക്കുക. അപ്പോൾ അത് നെഗറ്റീവ് ടേം കിട്ടും. ദെർഫോർ നമുക്ക് ഇത് മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് y' which is less than 0 when x greater than 1/n. x എന്ന് പറയുന്നത് 1/n-നേക്കാളും വലുതാവുമ്പോൾ ആ കാര്യമാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, y attain maximum when x is equal to 1/n. y എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്, x is equal to 1/n by using ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമം വാല്യൂസ് എന്ന് പറയും. ഓക്കെ, ഇനി അറ്റ് 1/n-ൽ y-ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് y is equal to നമ്മളെന്താ y is equal to നമുക്ക് എന്തായിരുന്നു ഫംഗ്ഷൻ, nx ഡിവൈഡഡ് ബൈ 1 + n² x² എന്നായിരുന്നു. സോ അതിൽ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ n × 1/n വോൾ ഡിവൈഡഡ് ബൈ 1 + n² × 1/n² എന്ന് വരും. സോ ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്തു പോവും, n² n² ക്യാൻസൽ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ therefore we can say that norm fn - f which is equal to supremum of this term, ആ സുപ്രീമാണ് നമ്മൾ ഈസ് ഈക്വൽ ടു 1/2 എന്ന് ഇവിടെ കണ്ടുപിടിച്ചതെന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്ത് കിട്ടി, നോം fn - f എന്ന് പറയുന്നത്, നോം fn - f എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അതായത് നോം fn - f നമ്മൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 1/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഇനി n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിക്കഴിഞ്ഞാലും നമുക്ക് അത് എന്ത് തന്നെ വരുള്ളൂ, 1/2 വരെ അല്ലേ. ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിക്കഴിഞ്ഞാലും ദിസ് ടേം എന്ന് വിൽ ബി അപ്രോച്ചിങ് ടു 1/2. കാരണം ഇവിടെ കിട്ടിയാൽ എന്നിൻ്റെ ടേം ഒന്നുമില്ല, അതുകൊണ്ട് ഇത് എന്തിലോട്ട് തന്നെ പോകുള്ളൂ, 1/2 പോകും. പക്ഷെ നമ്മളോട് എന്താ പറയുക, യൂണിഫോംലി കൺവേർജസ് ആണെങ്കിൽ ഈ ഒരു ടേം, അതായത് നോം fn - f എന്ന് പറയുന്നത് ഇവിടത്തോട്ട് കൺവേർജ് ചെയ്യണം, 0 കൺവേർജ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യില്ല, വിച്ച് ഡസ് നോട്ട് ടെൻഡിങ് ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, fn ഈസ് നോട്ട് യൂണിഫോംലി കൺവേർജൻ. അത് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ വിച്ച് ഈസ് നോട്ട് യൂണിഫോംലി കൺവേർജൻ, അത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്നാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോഷി ക്രൈറ്റീരിയൻ ഫോർ ദ യൂണിഫോം കൺവേർജൻസ്. ഇപ്പം നമ്മൾ ഫംഗ്ഷൻസിൻ്റെ കോഷി ക്രൈറ്റീരിയൻ ഫോർ സീക്വൻസ് ഓഫ് വെറും ഫംഗ്ഷൻസ്, സിംപ്ലി ഫംഗ്ഷൻസ് പറഞ്ഞിരുന്നു. ഇനി പറയാൻ പോകുന്നത് കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് ഓഫ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ. അതായത് രണ്ടിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞ് വേണം പഠിക്കാൻ. കോഷി ക്രൈറ്റീരിയൻ ഫോർ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസും സിംപ്ലി ഫംഗ്ഷൻസ് ചോദിക്കുമ്പോഴും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് fn be a sequence of bounded functions on a subset or equal to R, then this sequence converges uniformly on a to a bounded function f if and only if for each epsilon greater than 0 there exists a number h epsilon in n such that norm of fm - fn which is less than epsilon എന്നാണ്. അതായത് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ഓൺ എ ടു എ ബൗണ്ടഡ് ഫങ്ഷൻ എഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദ നോം fm - fn which is less than epsilon for all m, n which is strictly greater than h of epsilon. ഫങ്ഷൻസിൻ്റെയും സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൻ്റെയും കോഷി ക്രൈറ്റീരിയനാണ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ പ്രൂഫ് നമുക്ക് ഇഫ് ആൻഡ് ലൈഫ് കണ്ടീഷനാണ്, 2 പാർട്ടുണ്ട്. അതായത് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ തിരിച്ച് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ യൂണിഫോംലി കൺവേർജസ് ആയിരിക്കുമെന്ന് നമുക്ക് തിരിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ലെറ്റ് ദ സീക്വൻസ് fn ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ വിച്ച് കൺവേർജസ് യൂണിഫോംലി ഓൺ എ ടു എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സിലായിട്ട് യൂണിഫോമിലെ കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കണം. ഇനിയാണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കൺവേർജൻസ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k
എച്ച് ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ്, അതായത് നമ്മൾ കെ ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മളിവിടെ വേറൊരു ടേം എന്നല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. അതായത് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്നായിരുന്നു, നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് നമുക്ക് എന്താ കാണിക്കേണ്ടത് ഇനി, അതായത് നോം എഫ് എൻ മൈനസ് എഫ് എം വിച്ച് വിൽ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇരിക്കുന്നത്. ദെൻ ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എം കോമ എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ വി ഹാവ് മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു പ്ലസ്, അതായത് ഈ ഒരു ടേമിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് എഫ് ഓഫ് എക്സ് ആഡ് ചെയ്യുക, അതേമാതിരി തന്നെ ഒരു മൈനസ് എഫ് ഓഫ് എക്സ് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് വിച്ച് ഇസ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രകാരം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ടേം വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് ആൾസോ ദിസ് ടേം വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാൻ പറ്റും. ദെർഫോർ വി ക്യാൻ വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സുപ്രീമം എടുത്തു കഴിഞ്ഞാലാണല്ലോ നോം എഫ് എം മൈനസ് എഫ് എൻ കിട്ടുക. സോ നോം എഫ് എം മൈനസ് എഫ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പം നമ്മളുടെ മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറഞ്ഞത്. സോ അതിൻ്റെ ഏത് എക്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ, ഏതൊരു എക്സ് ബിലോങ്സ് ടു എ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് കോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തേ പറ്റുള്ളൂ, വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആയേ പറ്റുള്ളൂ. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നോം എഫ് എം മൈനസ് എഫ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് എടുത്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, അതായത് നോം എഫ് എം മൈനസ് എഫ് എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി തിരിച്ച് നമ്മൾ എടുക്കുകയാണ്, അതായത് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും ദെയർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ എച്ച് ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് നോം എഫ് എം മൈനസ് എഫ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ epsilon for all m comma n which is greater than or equal to h of epsilon എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സുപ്രീമം മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് സുപ്രീമം ഇത് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സിൻ്റെ സുപ്രീമം വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ടേം വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, നോം എഫ് എം മൈനസ് എഫ് എന്ന് പറയാൻ പറ്റും. സോ അത് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം, വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് അറിയാൻ പറ്റും അല്ലേ. ഫോർ ഓൾ എം കോമ എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. അപ്പം നമുക്ക് എന്ത് കിട്ടി, മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി അല്ലേ. അപ്പം മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് എന്താ പറയാറ്, അതായത് എക്സ് എം മൈനസ് എക്സ് എൻ, അതായത് മോഡ് എക്സ് എം മൈനസ് എക്സ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് പറയുന്നതാണ്. സോ കോഷി സീക്വൻസ് ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ആ കോഷി സീക്വൻസ് എന്തായിരിക്കും, കൺവേർജൻസ് ആയിരിക്കും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എവരി കോഷി സീക്വൻസ് ഈസ് കൺവേർജൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവേർജ് ആയേ പറ്റുള്ളൂ, കൺവേർജസ് ടു എ റിയൽ നമ്പർ. അപ്പോൾ അത് കൺവേർജ് ചെയ്യണ റിയൽ നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ലെറ്റ് എഫ് ഫ്രം എ ടു ആർ ഫോളോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻറ്റു ഇൻഫിനിറ്റി സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു എന്നായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടി, ഏതൊരു കോഷി സീക്വൻസും കൺവേർജ് ചെയ്യണം. സോ ആ കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യാണ്, ഈ ഒരു തരത്തിൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാം.
സിൻസ് എഫ് എൻ ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ, എഫ് എൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ്, എഫ് എന്ന് പറയുന്നതും ബൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മൾ എൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു. എൻ ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് എന്തായിട്ട് മാറും? മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് പറയാൻ പറ്റും അല്ലേ. നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ യൂണിഫോംലി കൺവേർജസ് എന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, അതേമാതിരി തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് സീക്വൻസ് എഫ് എൻ ഈസ് കൺവേർജസ് യൂണിഫോംലി ഓൺ എ. അതുകൊണ്ട് സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അത്രയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി യൂണിഫോം കൺവേർജൻസ് ആൻഡ് കണ്ടിന്യൂറ്റി, ഇവിടെ ഒരു തിയറി ഉള്ളത്. Let a sequence fn be a sequence of continuous function and suppose that sequence fn converges uniformly ആണെങ്കിൽ then f is continuous on a എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നില്ല, അത്ര കാര്യങ്ങളുള്ളൂ. എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എഫ് എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഈ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിരിക്കും. അതായത് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് ടു എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ, അതായത് ആ കൺവേർജ് ചെയ്ത് എത്തുന്ന പോയിന്റ് വൈസ് കൺവേർജസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് പോയിന്റ് വൈസ് കൺവേർജസ് ആണെങ്കിൽ ട്രൂ ആവില്ല. യൂണിഫോംലി കൺവേർജസ് ആണെങ്കിൽ, അതായത് എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് വരികയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓൺ എ ആയിരിക്കും. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ എ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ നമ്മളെ ഡെഫിനേഷൻ എഫ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് യൂണിഫോംലി കൺവേർജസ് എന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആ ഡെഫിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സിൻസ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ എ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ there exists a natural number k is equal to k epsilon. നമ്മൾ വെറുതെ എടുത്തതാണ്. such that mod fn of x minus f of x which is less than epsilon divided by 3 for all n greater than or equal to k and x belongs to a എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ എഫ് എൻ യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് എടുത്തു. അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ ഡെഫിനേഷൻ പ്രകാരമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ സി ബി എൻ ആർബിട്രറി, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു ആർബിട്രറി പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് സി ബി എൻ ആർബിട്രറി പോയിന്റ് ഓഫ് എ സിൻസ് എഫ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഓൺ എ. അതായത് എഫ് എൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഓൺ എ ആണ്. എയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളോട് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്തേ പറ്റുള്ളൂ, ഇൻ പെർട്ടിക്കുലർ നമുക്ക് എവിടെ കണ്ടിന്യൂസ് ആയിരിക്കണം? സി എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലായിടത്തും അത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻ പെർട്ടിക്കുലർ അറ്റ് ദ പോയിന്റ് സി എന്ന് പറയുന്നത്, ആ സി എന്ന് പറയുന്ന പോയിന്റിലും നമുക്കിത് എന്തേ ആയേ പറ്റുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ടേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് ഇവിടെ പറയുന്നത് ദെൻ ബൈ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതായത് നമ്മളൊന്നുമില്ല, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that modulus of f of x minus എഫ് ഓഫ് സി വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാറില്ല. അപ്പോൾ അതിലെ കാര്യം നമ്മളിവിടെ പറയുകയാണ് മോഡുലസ് ഓഫ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ സി വെൻ എവർ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അത് കണ്ടിന്യൂസ് ആണ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ. അപ്പോൾ അതേമാതിരി എഴുതിയതാണ്. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആ ഗിവൺ സെറ്റിൽ കണ്ടിന്യൂസ് ആണ്. സോ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്തായിട്ടേ പറ്റുള്ളൂ? അതായത് സി എന്ന് പറയുന്ന ഒരു പോയിന്റിലും നമ്മൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്ന ഫങ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് കെ എന്ന് പറഞ്ഞിട്ട്, അതായത് എഫ് എൻസ് എല്ലാ എഫ് എൻസും എന്താണ്? സിയിൽ കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫംഗ്ഷൻ, അതായത് എന്നിന് പകരം ഒരു വാല്യൂ കൊടുത്തിട്ട് കെ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുത്തിട്ട് ആ ഫംഗ്ഷനും എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് എടുത്തു. സോ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി ജസ്റ്റ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് നമ്മൾ എടുത്തത്. ഓക്കെ,
ഇനി നമുക്ക് ശരിക്കും നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഗിവൺ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. എഫ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? മോഡ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതേ കണ്ടീഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? ഒരു എഫ് കെ ഓഫ് എക്സ് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ എഫ് കെ ഓഫ് സി എന്ന് പറയുന്നത് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എഫ് കെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതുമാതിരി തന്നെ എഫ് കെ ഓഫ് സി എന്ന് പറയുന്നതും ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ ഇതേമാതിരി സ്പ്ലിറ്റ് ചെയ്തു. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് പ്ലസ് മോഡ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി പ്ലസ് എഫ് കെ ഓഫ് സി മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്ന കണ്ടീഷൻസ് എടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഇതിൽ നമുക്ക് ഇനി നമ്മളിവിടെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ ഇതെന്ന് പറയുന്നത് എഫ് കെ ഓഫ് സി മൈനസ് എഫ് ഓഫ് സി, അതായത് നമ്മളവിടെ എക്സിന് പകരം ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൊടുത്തു. സോ നമുക്ക് അത് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ ഈ കണ്ടീഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ള ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? ഈ കാര്യം പറഞ്ഞ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ്, അതായത് എന്തിന് തിരിച്ചിട്ടാൽ മതി? മോഡുലസ് വാല്യൂ അല്ലേ. അപ്പോൾ എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാലും അത് കറക്റ്റ് ആവും. വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. എല്ലാ ടൈമും എപ്സിലോൺ ബൈ 3 ആയതുകൊണ്ട് നമുക്ക് എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 പ്ലസ് എപ്സിലോൺ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് ആർബിട്രറിലി ഒരു പോയിന്റ് ചൂസ് ചെയ്തതാണ്. സോ ആർബിട്രറിലി ചൂസ് ചെയ്ത പോയിന്റിൽ തന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ പോയിന്റ്സും എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ പോയിന്റ്സിലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തിയറി 3 ഉണ്ടായിരുന്നത് നമ്മളുടെ ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് പറയുകയാണെങ്കിൽ ആ ഗിവൺ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ എ എന്ന് നമുക്ക് ഷോ ചെയ്ത് കാണിക്കാം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഗിവൺ സെറ്റിൽ എ എന്ന് പറയുന്ന ഡൊമൈനിൽ നമുക്കത് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആർബിട്രറി ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റ് സി ചൂസ് ചെയ്യും. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആർബിട്രറിലി ചൂസ് ചെയ്ത പോയിന്റിൽ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ മൊത്തത്തിലുള്ള പോയിന്റ്സിലും എന്തായിട്ട് മാറും? കണ്ടിന്യൂസ് ആയിട്ട് മാറും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം അതായത് ഫസ്റ്റ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ഇസ് വിൽ ബി യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂണിഫോംലി കൺവേർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെഫിനേഷൻ പ്രകാരം നമ്മൾ ഈ ഒരു കണ്ടീഷൻ എഴുതി. പിന്നെ നമ്മൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എയിൽ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് എഫ് എൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയേ പറ്റുള്ളൂ. ഇൻ പർട്ടിക്കുലർ നമ്മൾ ഒരു എഫ് എന്നിന് പകരം ഒരു കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കെ എന്ന് പറയുന്നതും സിയിൽ എന്തായിട്ട് വരുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ടേ വരുള്ളൂ. സോ അതിൻ്റെ ഡെഫിനേഷൻ പ്രകാരമാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എഴുതി. അതിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി അത് അറേഞ്ച്മെൻറ്റ്സ് നടത്തി ചെയ്യുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള കണ്ടീഷൻ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? അതായത് എഫ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ യൂണിഫോമിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. യൂണിഫോമിലല്ല, സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. സി ഒരു ആർബിട്രറി പോയിന്റ് ഓൺ എ ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും അതെന്ത് ചെയ്യേ പറ്റുള്ളൂ? കണ്ടിന്യൂസ് ആയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് കൺവേർജൻസ് ഓഫ് സീരീസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ്. സോ നമ്മൾ എഫ് ആൻഡ് ബി എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ എ സബ്സെറ്റ് ഡി ഓഫ് ആർ വിത്ത് വാല്യൂസ് ഇൻ ആർ എന്ന് പറഞ്ഞാൽ ദെൻ ദ സീക്വൻസ് എസ് എൻ ഓഫ് പാർഷ്യൽ സംസ്. നമ്മൾ എഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ എസ് എൻ എന്ന് പറയുന്ന പാർഷ്യൽ സംസ് ഡിഫൈൻ ചെയ്യാണ്. എസ് വൺ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഫംഗ്ഷൻ, എസ് ടു എന്ന് പറയുന്നത് എഫ് വൺ പ്ലസ് എഫ് ടു എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ എഫ് വണ്ണിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും? എസ് വൺ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് എസ് ത്രീ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? എസ് ത്രീ എഴുതുന്ന സമയത്ത് നമുക്ക് എഫ് വൺ ഓഫ് എക്സ് പ്ലസ് എഫ് ടു ഓഫ് എക്സ് പ്ലസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ത്രീ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. എഫ് വൺ പ്ലസ് എഫ് ടു ഓഫ് എക്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ എസ് ടു ഓഫ് എക്സ് പ്ലസ് എഫ് ത്രീ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതേമാതിരി വരുമ്പോൾ നമുക്ക് എസ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് വൺ ഓഫ് എക്സ് പ്ലസ് എഫ് ടു ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ ഓഫ് എക്സ് പ്ലസ് എഫ് എൻ പ്ലസ് വൺ ഓഫ് എക്സ്
വിച്ച് ഇസ് ഈക്വൽ ടു ഇത് മുതൽ ഇതുവരെയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും SN ഓഫ് എക്സ് എന്ന് വിളിക്കാൻ പറ്റും പ്ലസ് FN+1 ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമേ ഉള്ളൂ. ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർഷ്യൽ സംസ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ് എന്നാണ്. ദ ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ് സമ്മേഷൻ FN ഈസ് സെറ്റ് ടു ബി കൺവേർജസ് ടു F ഓൺ D എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു, അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് സമ്മേഷൻ FN എന്ന് പറഞ്ഞാൽ എന്താ F1 + F2 + എക്സെട്ര പ്ലസ് FN എന്ന് പറയുന്നത് വിച്ച് വിൽ കൺവേർജസ് ടു F എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ വേണ്ടത്? ദ സീക്വൻസ് SN ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി കൺവേർജസ് ടു F എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രയും കാര്യൻ്റെ ഉള്ളൂ. സമ്മേഷൻ FN കൺവേർജസ് ടു F എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് കൺവേർജസ് ടു F ആയിരിക്കണം. എന്താണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്നായിരുന്നു തൊട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത് സമ്മേഷൻ FN. ഓക്കെ, ഈ സമ്മേഷൻ FN നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മേഷൻ FN അല്ലെങ്കിൽ സമ്മേഷൻ n റേഞ്ച് ഫ്രം 1 to ∞ FN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് ദ സീരീസ് സമ്മേഷൻ മോഡ് FN ഓഫ് എക്സ് കൺവേർജസ് ഫോർ ഈച്ച് എക്സ് ഇൻ D ആണെങ്കിൽ ദെൻ വേ സേ ദാറ്റ് സമ്മേഷൻ FN ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഇൻ D എന്ന് പറയുന്നത് ഡെഫിനേഷനാണ്. ദ സീരീസ് സമ്മേഷൻ മോഡ് FN ഓഫ് എക്സ് കൺവേർജസ് ഫോർ ഈച്ച് എക്സ് ഇൻ D ദെൻ സമ്മേഷൻ FN എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജസ് ഓൺ D ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇഫ് ദ സീക്വൻസ് SN ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ FN ഈസ് യൂണിഫോംലി കൺവേർജൻറ്റ് ഓൺ D to F ആണെന്ന് പറയണമെങ്കിൽ അതായത് we say that the series summation FN is uniformly converges on D or it converges to F യൂണിഫോംലി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഈ പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എസെൻസിൻ്റെ പാർഷ്യൽ സംസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ സമ്മേഷൻ FN എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആയിരിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി യൂണിഫോംലി ദാറ്റ് വിൽ ബി കൺവേർജസ് ടു F എന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു തിയറാണ് പറയുന്നത്. തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫൊന്നുമില്ല. ഇഫ് FN ഈസ് കണ്ടിന്യൂസ് ഓൺ D വിച്ച് ഇസ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു R to R for each n belongs to M, if summation FN converges uniformly to F, then F is continuous on D. എങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഒന്നുമില്ല, സമ്മേഷൻ FN എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു F ആണെങ്കിൽ ഈ ഒരു F എന്ന് പറയുന്നത് എന്തായിട്ട് വരും? കണ്ടിന്യൂസ് ആയിട്ട് വരും. അതായത് നമ്മൾ തൊട്ട് മുന്നേ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു F ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ F എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ മാതിരി. അതായത് നമ്മുടെ സീരീസ് സമ്മേഷൻ നമ്മൾ ഇതുവരെ സീക്വൻസിൻ്റെ കാര്യമാണ് പഠിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് പറയുകയാണ്? സീരീസിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. സോ ദ സമ്മേഷൻ FN എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു F ആണെന്നുണ്ടെങ്കിൽ F എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കണ്ടിന്യൂസ് ഓൺ D ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, നമ്മളിവിടെ എത്തിയപ്പോൾ കൺവേർജൻസ് ഓഫ് സീരീസ് ഓഫ് ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആയിരുന്നു. സീരീസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ ആഡ് ചെയ്ത് സീക്വൻസിലുള്ള F1 + F2 + F3 അങ്ങനെ എഴുതി പോകണം. അപ്പോൾ എന്താണ് പാർഷ്യൽ സംസ് എന്നും അതിനുശേഷം എന്താണ് കൺവേർജൻസ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും ഉണ്ടായിരുന്നു.